ലീഡർ കരുണാകരൻ്റെ മകളും കെ മുരളീധരൻ്റെ സഹോദരിയുമായ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയത് ഏറെ ചർച്ചയായി. പത്മജയുടെ വരവ് BJP രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു. എന്നാൽ സഹോദരിയെ തള്ളിപ്പറഞ്ഞ് കെ മുരളീധരൻ രംഗത്ത് വന്നു. മാത്രമല്ല, പത്മജയുമായി ഇനി ഒരു ബന്ധവുമില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു. പത്മജയ്ക്ക് മുമ്പ് കരുണാകരൻ്റെ കുടുംബത്തിലെ മറ്റൊരാളെയാണ് BJP പാർട്ടിയിലെത്തിക്കാൻ ശ്രമം നടത്തിയെന്ന വിവരം പുറത്തു വരുന്നു. കരുണാകരൻ്റെ സഹോദരൻ ദാമോദര മാരാരെയാണ് BJPയിലേക്ക് ക്ഷണിച്ചത്. ഒരു മലയാള മാധ്യമത്തോട് ദാമോദര മാരാർ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. ദാമോദര മാരാർ പോലീസിലാണ് ജോലി ചെയ്തിരുന്നത്. പോലീസ് വകുപ്പിൽ അടുത്ത പരിചയക്കാരനായ ഒരാൾ മുഖേനയാണ് BJPയിലേക്ക് ക്ഷണം എത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. BJPയിലേക്ക് വന്നാൽ നല്ല സ്ഥാനം തരാമെന്നും പറഞ്ഞു. 102 വയസ്സായി, ഇനി തനിക്കൊരു വാഗ്ദാനം ആവശ്യമില്ലെന്നും ഇനി ഒരു യാത്രയെ ബാക്കിയുള്ളൂവെന്നും മറുപടി നൽകിയതായും ദാമോദര മാരാർ പറഞ്ഞു. അധികം വൈകാതെയാണ് പത്മജ പോയതറിഞ്ഞത്. അപ്പോൾ വിഷമം തോന്നി. ഏട്ടനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല പാർട്ടി. ഏട്ടൻ്റെ കൈപിടിച്ച് ഗാന്ധിജിയെ കണ്ട അന്നു മുതൽ കോൺഗ്രസ് പ്രസ്ഥാനത്തോടും അതിൻ്റെ ആശയങ്ങളോടും കൂറും വിശ്വാസവും പുലർത്തുന്നയാളാണ് ഞാൻ. പത്മജയുടെ രാഷ്ട്രീയ ചൂടുമാറ്റത്തിൽ വിഷമം തോന്നിയിട്ട് കാര്യമില്ല. അത് അവരുടെ ഇഷ്ടമാണെന്നും ദാമോദര മാരാർ പറഞ്ഞു. ഏട്ടൻ്റെ പദവിയെയോ രാഷ്ട്രീയ സ്വാധീനത്തെയോ സ്വന്തം കാര്യത്തിന് ഉപയോഗപ്പെടുത്താൻ ഒരിക്കൽ പോലും ശ്രമിച്ചിരുന്നില്ല. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ താൻ കണ്ണൂരിൽ ASI ആയിരുന്നെന്നും ദാമോദര മാരാർ പറഞ്ഞു. മുരളീധരനും പത്മജയും ഒക്കെ സുഖവിവരങ്ങൾ അന്വേഷിക്കാറുണ്ടെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് അവഗണിച്ചതുകൊണ്ടാണ് പാർട്ടി വിട്ടതെന്ന് പത്മജ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസിൽ നിൽക്കേണ്ടെന്ന തീരുമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ എടുത്തിരുന്നു എന്നാണ് പത്മജ പറഞ്ഞത്. KPCC പ്രസിഡന്റ് മാത്രമാണ് തന്നോട് അല്പം സഹതാപം കാണിച്ചത്. അദ്ദേഹം പലപ്പോഴും സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പല സമയത്ത് നിസ്സഹായനായി പോയി. എല്ലാവരും ഒറ്റക്കെട്ടായി തനിക്കെതിരെ നിന്ന് അപമാനിച്ചു. അച്ഛൻ്റെ മന്ദിരം പണിയുമെന്ന ആഗ്രഹത്തിൽ എല്ലാവരും സഹിച്ചു നിന്നു. അതും നടക്കില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. മരിക്കുന്നതിന് മുമ്പ് അച്ഛന് സങ്കടം, മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതി. കോൺഗ്രസ് തനിക്ക് അർഹമായ എല്ലാ പരിഗണനയും തന്നുവെന്ന് പറയുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും പത്മജ പരിഹസിച്ചിരുന്നു.